ഹലോ, എല്ലാവർക്കും M4Mathewലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എളുപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു സ്നാക്കാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ്. എള്ളുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാൻ പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് എള്ളുണ്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള നമ്മൾ എള്ളാണ് എടുത്തിരിക്കുകയാണ്. ഇത് കഴുകി ഉണക്കിയ എള്ളാണ്. ഏകദേശം ഒരു 1/2 കിലോയെ കാണത്തുള്ളത്. അപ്പോൾ 1/2 കിലോ എള്ളെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുക്കാൻ. ചിലപ്പോൾ എള്ള് പൊട്ടുമ്പം നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റെഡിയായി കിട്ടുന്നവരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഒത്തിരി തീ കൂട്ടി വെക്കണ്ട, കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. നല്ല പോഷക ഗുണമുള്ളൊരു സാധനമാണിത്. എല്ലാവർക്കും എള്ള് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഏത് പ്രായക്കാർക്കും എള്ള് കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ എല്ലിന്, പല്ലുകൾക്ക്, പിന്നെ മുടി, അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എള്ള് ഏകദേശം ആയി വരുന്നുണ്ട്. ഇതൊന്ന് ശകലം ഒരു 2 എടുത്ത് വായിലിട്ടൊന്ന് കടിച്ച് നോക്കുമ്പോൾ നല്ല വണ്ണം അത് പൊട്ടി വരും. അപ്പം അതാണ് അതിൻ്റെ പരുവം. അന്നേരം അതങ്ങ് എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഈ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമിനകത്തേ ഉള്ളത്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണേ. അപ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് വേണ്ട, ഒരു ശകലം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ഉരുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളത് ഉരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഒന്ന് ഉരുകി വരണം. ഈ ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി മധുരം ആവശ്യമില്ല. നമ്മളിത് ഒഴിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ കുറേശ്ശെ ചെയ്താൽ മതി. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുഴുവൻ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എല്ലാം ആവശ്യമാകത്തില്ല. ചിലർ ഇത് അരിഞ്ഞിടും, ചിലർ ഇടിച്ചിടും. പക്ഷെ അതിനകത്ത് നമ്മൾ അങ്ങനെ ഇടുമ്പോൾ അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും ഒക്കെ വേസ്റ്റ് കാണും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ഉരുക്കി ഒന്ന് അരിച്ചൊഴിക്കുമ്പം അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റുകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ശർക്കര ഇപ്പോൾ ഏകദേശം എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ തീയും ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് തേങ്ങ. ഒരു 1/2 മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്ത 1/2 മുറി തേങ്ങ നമ്മൾ തിരുമ്മി ഇതൊന്ന് വറുത്തെടുക്കാനാണ്. വറുക്കുക എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് ആകണ്ട, അതിനകത്ത് എടുത്താൽ മതിയേ. ഇതൊന്ന് ശരിക്കൊന്ന് പറഞ്ഞാൽ നല്ലോണം വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അതിനകത്ത് ഈർപ്പം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇത് വറക്കാതിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ അത് കനച്ചു പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അളവിന് നമ്മൾ വറുത്തെടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ 4 ഏലക്ക നമ്മൾ ക്രഷ് ചെയ്തതാണ്, ചതച്ച് വെച്ചത്. അതൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏലക്ക ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. 4 ഏലക്കയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മളിനി തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്.
നമുക്കിനി എള്ള് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ഇത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പൊടിയാക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതാണ്. നമ്മൾ ഈ വറുത്ത പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ വറുത്ത പാത്രത്തിലെ ചൂട് കൊണ്ട് എള്ളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും, അത് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വേണം എടുക്കാൻ. എന്നിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എള്ള് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കുക എന്ന് പറയും, പക്ഷേ ഇത് പൊടിച്ചെടുക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു അളവിന് നമ്മൾ ക്രഷ് ചെയ്ത് ഇതെടുക്കണം. അത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, നല്ലൊരു മണമുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യം അല്ലെ നോക്കേണ്ട കാര്യം, ഈ സ്പൂണൊന്നും നമ്മളിപ്പം ഇടുന്ന സമയത്ത് ഈർപ്പം ഉണ്ടാകരുത്. ആ മിക്സിയുടെ ജാർ നല്ലോണം തുടച്ചിട്ട് വേണം അതിനകത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് തേങ്ങയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഏകദേശം തേങ്ങയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ശർക്കര പാനി കാച്ചി വെച്ചിരുന്നത് ഇതിനകത്തൊന്ന് അരിച്ചൊന്ന് ഒഴിക്കുകയാണ്. അത് കുറച്ചൊഴിച്ചാൽ മതി. ഇപ്പം നമ്മളെല്ലാം കൂടെ പാനി കാച്ചതെടുത്ത് ഒഴിക്കരുത്. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചാൽ മതി. ആദ്യം ഒരു ശകലം ഒഴിച്ചിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 200 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്, ഇപ്പോൾ 200 ഗ്രാമും അതിനാവശ്യം വരത്തില്ല. ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഈ പോഷകമായിട്ടുള്ള ഒരു സാധനമാണിത്, ഈ സീസം സീഡ് എന്ന് പറയുന്നത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. പണ്ടൊക്കെ കടകളിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സ്വീറ്റാണ് എള്ളുണ്ട. നമുക്കിനി ഇത് കൈ കൊണ്ടൊന്ന് ഇതുപോലൊന്ന് കുഴച്ചെടുക്കണം, എന്നാലേ മൊത്തം ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പം നല്ല ചൂടുണ്ട്, പക്ഷെ ചെറിയൊരു ചൂടേ ഉള്ളൂ. ആ ചൂടോടെ കുഴച്ചാൽ നന്നായിരിക്കും അത്. നമ്മൾ ഏലക്കയൊക്കെ ഇട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു സ്മെല്ല് തന്നെ ഉണ്ട്. നമ്മൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കയൊക്കെ ആഡ് ചെയ്തത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ ആവും ശരിക്കും ഇത്. അപ്പോൾ നമ്മളെടുത്ത് വയ്ക്കുന്ന ശർക്കരപ്പാനി ഇത് അത്രയും മതി, ബാക്കി ഇത്രയും ഉണ്ട്. പക്ഷേ നമുക്കിതിനാവശ്യമില്ല. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് തന്നെ ധാരാളം. പിന്നെ അല്പം കൂടെ നല്ല മധുരം വേണം എന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏകദേശം നമ്മൾ 200 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 150 ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കിനി കയ്യിൽ ചെറുതായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്യ് ഒന്ന് തടവിയിട്ട് പിന്നെ ഇതുപോലെ ഉണ്ട പിടിക്കുക.
ഇങ്ങനെ നെയ്യ് തടവിയിട്ട് നമ്മളിങ്ങനെ ഉരുട്ടുവാണെങ്കിൽ കയ്യിൽ കൂടുതലായിട്ട് ആകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ജാഗരി സിറപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പം കണ്ടുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മളിത് എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സൈസിനാണ്. ഇതാണ് നമ്മുടെ എള്ളുണ്ടയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം എല്ലാം എള്ളുണ്ട നമ്മൾ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മളിങ്ങനെ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കയ്യിലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കും. നമ്മൾ പിന്നെ അവസാനം ഈ ബോൾസായിട്ട് നമ്മൾ ഉണ്ടയായിട്ട് പിടിക്കുന്ന സമയത്ത് നല്ലവണ്ണം മുറുക്ക് വേണം ഇത് ബോൾസ് പിടിക്കാൻ, എന്നാലും അത് ഒട്ടിയിരിക്കത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഈ ബട്ടറൊക്കെ ഇച്ചിരി തൂത്ത് കൊടുത്താൽ മതി കയ്യിൽ, അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കിനി ഇതിന് ടേസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ എള്ളുണ്ട അതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് എള്ളുണ്ട. അതേ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ്. ഈസി ആയിട്ട് നമുക്കിതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മറ്റ് ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാനും അതിന് പരിപ്പം ഉണ്ടാക്കി കൊടുക്കാനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.